കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. ഓതിയ പരിശുദ്ധ ഖുർആൻ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലെ മദ്ഹ് സ്വലാത്ത് സലാമുകൾ മുഴുവനെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുവാൻ സഹായകമാക്കുന്ന ഇബാദത്തുകൾ അല്ലാഹു ഇതിനെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ നിഷ്കളങ്കരായ സഹോദരങ്ങളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്‌ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹലാലായ മുഴുവൻ മുറാദുകളെയും അല്ലാഹു സഫലമാക്കട്ടെ. രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും എന്തെല്ലാം കാര്യങ്ങളിലായി കഷ്ടപ്പെടുന്ന ആരെല്ലാം ഇവിടെ എല്ലാ പ്രയാസങ്ങളെയും നാഥനായ റബ്ബ് അവന്റെ മഹദ് ഫദ്ല് കൊണ്ട് കാരുണ്യം കൊണ്ട് പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തുമുള്ള ജീവിതം അവർക്കും നമുക്കും എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വിശേഷിയായി ഇന്നത്തെ ദിവസം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു വന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു പരിപൂർണമായി ശമനം കൊടുക്കട്ടെ. നമ്മുടെ സഹോദരനും ഏറെക്കാലമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സഹകാരിയുമായ കണിയാപുരം റാഫി സാഹിബ്, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തും കച്ചവടത്തിലെ പങ്കാളിയുമായ കഴക്കൂട്ടം അനിൽകുമാർ എന്ന സഹോദരന്റെ വിഷമകരമായ രോഗാവസ്ഥയ്ക്ക് അല്ലാഹു പരിപൂർണമായി ശിഫ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ ആന്തരികമായി ബാഹ്യമായി ഏതെല്ലാം രൂപത്തിൽ അദ്ദേഹത്തിന് വിഷമിപ്പിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം അത്ഭുതകരമായ രോഗശാന്തി നൽകപ്പെടുകയും അത് അദ്ദേഹത്തിന്റെ ഹിദായത്തിന് പ്രകാശത്തിന് അല്ലാഹു കാരണമാക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ആഫിയത്ത് റാഹത്തായ ജീവിതം നൽകുമാറാകട്ടെ. അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഖൈറായ പരിഹാരം അല്ലാഹുവിന്റെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരങ്ങൾ പ്രത്യേക നിയ്യത്തുമായി ദുആ വസിയത്ത് ചെയ്തു വന്നിട്ടുള്ള നസീർ സാഹിബ് മുംബൈ, അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നല്ല ഭാവിയും ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും ആ മേഖലയിലും കൂടുതൽ ഉയർച്ചയും പുരോഗതിയും അല്ലാഹു നൽകുമാറാകട്ടെ. നല്ല ഉന്നതമായ പൊസിഷൻസുകളിലേക്കുള്ള പ്രൊമോഷനും സ്ഥാനമാനങ്ങളൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായ ഭാവി ആ കുട്ടിക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ വേങ്ങോട് അനീഷ എന്ന സഹോദരി ഇവിടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ജോലിയുടെ ഉയർച്ചയ്ക്കും ബറക്കത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ മക്കളുടെ ആഗ്രഹിക്കുന്നത് പോലെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഉയർച്ചയും സാമൂഹിക സാംസ്കാരിക പൊതുരംഗത്തൊക്കെ സജീവമായി ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ ജോലിയിലും ഉദ്യോഗത്തിലൊക്കെ നല്ല ഉയർച്ചയും അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പട്ടം റീജ ബീഗം എന്ന സഹോദരി, അവരുടെ ഭർത്താവ് അബ്ദുൽ കലാം അലിക്കുഞ്ഞ് സാഹിബ് 74 വയസ്സ്, മരണപ്പെട്ടിട്ട് ഇന്നൊരു വർഷം പൂർത്തിയാവുകയാണ്. അവരുടെ ഖബർ ജീവിതം അല്ലാഹു പ്രകാശപൂരിതമാക്കുമാറാകട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അല്ലാഹു അവരെയും നമ്മയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്തെ ധന്യമായ പരലോക ജീവിതം അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ. ഒരു തച്ചപ്പള്ളി അബ്ദുൽ വഹാബ് സാഹിബ്, അവരുടെ കുടുംബത്തിന് അല്ലാഹു ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വേങ്ങോട് മുഹമ്മദ് റാഫി സാഹിബ്, അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നേരത്തെ പറഞ്ഞ കണിയാപുരം മുഹമ്മദ് റാഫി സാഹിബ് ഇപ്പോൾ വേങ്ങോട് താമസിക്കുക. അദ്ദേഹത്തിന്റെ മകൾ ഡോക്ടർ അംന കഴിഞ്ഞ ദിവസമാണ് പഠനം പൂർത്തിയായി, കോൺവൊക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി നല്ല ഒരു ഉയർന്ന സ്ഥാനത്തിലേക്ക് നല്ലൊരു ചികിത്സകയായി സമൂഹത്തിന് നാടിന് ഉമ്മത്തിനൊക്കെ ഉപകരിക്കുന്ന നല്ലൊരു ഡോക്ടറായി അല്ലാഹു സമുദായത്തിന് ഒരു മുതൽക്കൂട്ടായി ആ സഹോദരി മാറ്റുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിലൊക്കെ കഴിയുന്നത് പോലെ സൗജന്യമായ ഒരു സേവനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു അതിനുള്ള അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ആ സഹോദരിക്കും കുടുംബത്തിനും നൽകുമാറാകട്ടെ. ഇവിടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖൈറും ബറക്കത്തും ജീവിത ഉയർച്ചകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സുഹൃത്ത് ചുള്ളാളം മുഹമ്മദ് താഹ മൗലവി ലമാനി, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ബഹുമാന്യനായ ഉസ്താദ് അവർ രണ്ടുപേർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും ഭാവിയും ബറക്കത്തും ഒക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം നിയ്യത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്, അവരുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകൾ നിഅമാത്തുകൾ ബറകാത്തുകൾ ചെയ്തിട്ടുള്ള നീളം അല്ലാഹു നൽകുമാറാകട്ടെ. ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. ഭാവി പദ്ധതികളെ അല്ലാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ നാട്ടിലും പ്രവാസ ലോകത്തും വിദൂര ദിക്കുകളിലൊക്കെയായി വിവിധങ്ങളായ നിയ്യത്തുകളുമായി ഈ സ്ഥാപനത്തിലെ ഈ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സിൽ പ്രതീക്ഷയോടെ കഴിയുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ അവിടെ എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഖൈറാക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാവരെയും മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരും അവരവരുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ സദുദ്ദേശങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു ഖബൂൽ ചെയ്യും, സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة ورحمة وسلامة تامة منك يا راحم المساكين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا خصوصا وتعلقوا بإدارتنا هذا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. اللهم وفقنا لما تحب وترضى واجعل آخرتنا خيرا من الأولى. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. أرحم الرحيماയ ദയാലുവായ റഹ്മാനെ, കരുണാവാരിധിയായ കാരുണ്യക്കടലായ അല്ലാഹ്, പടച്ച റബ്ബേ, നിന്റെ മുമ്പിലേക്ക് നിന്റെ ദർബാറിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ വൃഥാവിലാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, പാപികളാണ്, ദോഷികളാണ് റബ്ബേ. നാളിതുവരെയുള്ള ജീവിതത്തിൽ നേവരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ കണക്ക് ഞങ്ങൾക്ക് അറിയില്ല റഹ്മാനെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും കഴിഞ്ഞു പോയ ഇന്നേവരെയുള്ള ജീവിതത്തിൽ എന്തെല്ലാമോ ഒരുപാട് പാപങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, വീഴ്ചകൾ സംഭവിച്ചു പോയല്ലോ.
അതിനെല്ലാം നീ മാപ്പാക്കണേ അല്ലാ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നീ റഹ്മത്ത് നൽകണം അല്ലാ. നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കണ്ണും കാതും കൈയും ശാരീരിക മാനസികമായ മുഴുവൻ പ്രവർത്തനങ്ങളും അവയവങ്ങളും അതിന്റെ താല്പര്യങ്ങളും ഒക്കെ പടച്ചവനെ ഭൂരിപക്ഷവും നീ വിരോധിച്ച മാർഗങ്ങളിലേക്കായി പോയിട്ടുണ്ടാകും റഹ്മാനെ. അല്ലാഹു, അതിന്റെ പേരിൽ നാളെ നീ ഞങ്ങളെ പരാജിതരിൽ പിടിച്ചു മാറ്റി നിർത്തല്ല അല്ലാ. നീ ഞങ്ങളെ വിജയികളോടൊപ്പം ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, പാപമംഗലമായ കരങ്ങളുമായി പാപീയമായ ജീവിതവുമായി നിന്റെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്ന ഞങ്ങളുടെ ഈ ചോദ്യത്തിന്റെ തേട്ടത്തിന് നീ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ഹബീബായ ശഫീഉൽ വറാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായി റബീഇന്റെ മാസത്തിൽ അവിടത്തുള്ള മദഹുകളും നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് ചോദിക്കുന്ന ഈ ചോദ്യങ്ങളെ നീ സ്വീകരിക്കണമല്ലാ. നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ, മുറാദുകൾ, അഭിലാഷങ്ങളുമായിട്ടാണോ ഈ ദുആഇന്റെ മജ്ലിസിൽ എത്തിച്ചേർന്ന ഓരോ ആളുകളും ഉള്ളത്, വിശിഷ്യ പടച്ചവനെ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ സദസ്സിൽ കരുണ പ്രതീക്ഷിക്കുന്നു റഹ്മാനെ. നീ കരുണ ചെയ്യുന്ന സാധുക്കളാണല്ലോ അല്ലാ. പടച്ചവനെ, നാലാളുകളെ പോലെ ജീവിക്കാൻ, തിരിച്ചറിവോടെ ജീവിക്കാൻ നീ അവസരം നൽകിയിട്ടില്ലാത്തവരാണല്ലോ റബ്ബേ. കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കരാണല്ലോ റഹ്മാനെ. പടച്ചവനെ, നിന്റെ പ്രത്യേകമായ കരുണയും നിന്റെ പ്രത്യേക കാരുണ്യത്തിന്റെയും പേരിൽ പടച്ചവനെ ഇവരോടൊപ്പമുള്ള ഈ സ്ഥാപനത്തിലെ ഈ ദുആഇന്റെ മജ്ലിസിനെ നീ സ്വീകരിക്കുമല്ലോ റഹ്മാനെ. അല്ലാഹുവേ, ഇതിൽ പ്രതീക്ഷയോടെ ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ ആവശ്യമായി വന്ന ആരെല്ലാം ഉണ്ടോ അവിടെ മുഴുവൻ മുറാദുകളെ നീ സഫലമാക്കണേ അല്ലാ. രോഗികളായി വന്നവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകണേ അല്ലാ. ആരോഗ്യവും ആഫിയത്തും നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. സ്വസ്ഥമായ ജീവിതം നീ ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാ. പടച്ചവനെ, നിന്നെ താഴ്ത്തു ചെയ്ത് നിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാൻ വേണ്ട എല്ലാ വഴികളും സാഹചര്യങ്ങളും സൗകര്യങ്ങളും നീ അനുകൂലമാക്കണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ശാരീരികമായി മാനസികമായി ഏതെല്ലാം രൂപത്തിലൂടെയുള്ള പ്രയാസങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെല്ലാം ഉണ്ടോ ആ വിഷമതകളെ മുഴുവനും മാറ്റണേ അല്ലാ. വിശിഷ്യ ഇന്നേവരെ ഈ സ്ഥാപനത്തിനെയും ഈ പ്രസ്ഥാനത്തിനെയും ഇവിടുത്തെ മക്കളെയും സഹായിച്ചാരെല്ലാം ഉണ്ടോ മനസ്സാ വാച കർമ്മണ, ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഒരു വാക്കുകൊണ്ടാണെങ്കിലും അനുകൂലമായി ഞങ്ങളെ സഹായിച്ചാരെല്ലാം ഉണ്ടോ അവിടെ മുഴുവൻ ഹലാലായ മുറാദുകളെ നീ നിറവേറ്റണം അല്ലാ. വിഷമതകളെ മാറ്റിക്കൊടുക്കണം അല്ലാ. ഇവിടെ ജീവിത വഴികളിൽ ഉപാധികളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയിലും ഉദ്യോഗത്തിലും ബറക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ നീ നൽകിയ നിഅ്മാത്തുകളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാ. പടച്ചവനെ, വാഹനങ്ങളിലും വീട്ടിലും ഭൂമിയിലും കൃഷിയിലും നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. കച്ചവടത്തിലും ഉദ്യോഗത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. നിന്നെ ഇതാഅത്ത് ചെയ്ത് നിന്നിലേക്ക് എത്താനുള്ള വഴിയായതെല്ലാം നീ സഹായകമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യ സന്താനങ്ങളും വേണ്ടപ്പെട്ടവർ, സൗഹൃദ ബന്ധങ്ങൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, പടച്ചവരെ നിന്നിലേക്ക് വിളിക്കുത്തരം നൽകുന്നത് നിന്റെ ഹദറത്തിലുള്ള ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ പടച്ചവനെ, ഏതെല്ലാം പള്ളിപ്പറമ്പുകൾ വിശ്രമം കൊള്ളുന്നവർ ലോകത്തിന്റെ എവിടെയാണുള്ളതെങ്കിലും ഇവിടെ ഇന്നത്തെ ബർസഖി ജീവിതത്തിന്റെ ഹാലാത്തുകൾ നിന്റെ അടുക്കൽ മാത്രമാണ് സുഖിക്കുന്നത്. ആ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കണം അല്ലാഹ്. സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അയലുകാരിൽ പെടുത്തണേ അല്ലാഹ്. നാളെ പാരത്രിക ലോകത്തെ ഉന്നതമായ ദറജാത്തുകൾ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഇന്നേ വരെയുള്ള കാലയവനികൾക്കുള്ളിൽ പടച്ചവനെ ഈ സ്ഥാപനത്തിനെ, പ്രസ്ഥാനത്തിനെ, ഈ സമുദായത്തിനെ സഹായിച്ചാരെല്ലാം ഉണ്ടോ സതുദ്ദേശത്തോടെ സന്മനസ്സോടെ ഞങ്ങളെ സഹായിച്ചാരെല്ലാം ഉണ്ടോ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്ത പ്രാർത്ഥന നീയത്തുമായി പറഞ്ഞവരാരെല്ലാം ഉണ്ടോ ഇവിടെ മുഴുവൻ ഹലാലായ മുറാദുകളെ നിറവേറ്റണം അല്ലാഹ്. ഇവിടെ വിഷമതകളെ മാറ്റി കൊടുക്കണം അല്ലാഹ്. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
പടച്ചവനെയുടെ പേര് വായിക്കപ്പെട്ടവർ നേവരെയുള്ള ദുആഇന്റെ മജ്ലിസിൽ പേരുകൾ വായിക്കപ്പെട്ടവർ പടച്ചവനെ പേരുകൾ പറഞ്ഞില്ലെങ്കിലും നിയാത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർ അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദുആ വസിയത്ത് ചെയ്തിട്ട് കഴിഞ്ഞു കൂടുന്നവർ മാസവരിയായി കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകുന്നവർ പടച്ചവനെ അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകൾ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം റഹ്മാനെ അല്ലാഹുവേ ഈ സ്ഥാപന പ്രസ്ഥാനത്തിന്റെ അനിവാര്യമായ പ്രതിസന്ധികളുടെ മുമ്പിൽ വലിയ വലിയ നിർമ്മാണ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പടച്ചവനെ നിർമ്മാണ സാമഗ്രികളായി മറ്റു ഉൽപ്പന്നങ്ങളായി മറ്റു പല രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയവർ അല്ലാഹുവേ ഈ നിർമ്മിതികളെല്ലാം നിലനിൽക്കുമ്പോളം കാലം പടച്ചവരെ അവരുടെ ജീവിതത്തിലുടനീളം ജാരിയായ സദഖയുടെ പ്രതിഫലം നൽകണേ അല്ലാഹ് പടച്ചവരെ ദുനിയാവും ആഖിറവും നീ അവർക്ക് രക്ഷപ്പെടുത്തണം അല്ലാഹ് ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم أمراضنا فاشفها وتعلم حاجاتنا فاقضها يا قاضي الحاجات ويا راحم المساكين بحقي صلى الله على محمد صلى الله عليه وسلم يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم